നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ പുതിയ സർക്കാരൊക്കെ അധികാരമേക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം സത്യപ്രതിജ്ഞ ചെയ്യുന്നു, മന്ത്രിമാർ തമ്മിലാവുന്നു, മന്ത്രിമാരൊക്കെ ആവുന്നു. അങ്ങനെ നമ്മൾ പുതിയൊരു മന്ത്രിസഭയ്ക്ക് തുടക്കം വരികയും ചെയ്യുന്നു. എന്നാൽ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ സർക്കാർ നമ്മുടെ ക്ഷേമ പെൻഷൻ ഏറെക്കുറെ കൊടുത്തു തീർത്തിട്ടാണ് പോയത്. അതായത് ഇതുവരെയുള്ള കുടിശ്ശികയൊന്നുമില്ല. അതേസമയം നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ അധികാരം ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഏകദേശം 18 മാസത്തെ കുടിശ്ശിക ബാക്കിയാക്കിയിട്ടാണ് പോയിരുന്നത്. നമുക്കറിയാവുന്ന പോലെ ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കളാണ് ഇന്ന് ഈ ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. 62 ലക്ഷം പേർ. അപ്പം അവരിലേക്ക് കൃത്യമായി 2000 രൂപ എന്നുള്ള കണക്കിൽ പണം എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ പോകുന്ന സമയത്ത് കുടിശ്ശികയാക്കി പോയ തുക അത്രയും പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം ഒന്നാം പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരുടെ കൈകളിലൂടെ തന്നെ ഈ പണം അത്രയും ഏകദേശം 600 രൂപ വെച്ച് എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് അത് കൂട്ടുകയും തുടർന്ന് ഈ നിൽക്കുന്ന 2000 എന്ന് പറയുന്നൊരു കണക്കിൽ എല്ലാവരിലേക്കും മന്ത്രിസഭ 10 വർഷം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും 1 രൂപ പോലും ഒരു മാസം പോലും കുടിശ്ശികയില്ലാതെ അത് കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം ഒരു മാസം ഇനി 3000 രൂപ ആക്കുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കേണ്ടത് ഏകദേശം 1240 കോടി രൂപയാണ് നിലവിൽ ഒരു മാസം പെൻഷൻ എന്നുള്ള നിലയിൽ എല്ലാവർക്കും കൂടി കൊടുക്കേണ്ടി വരിക. ഏകദേശം 1240 കോടി രൂപ. അപ്പോൾ അത് കുറെ കൂടെ കഴിയുമ്പോൾ, അതായത് ഒരു വർഷം എന്നുള്ള നിലയിലേക്ക് അത് കണക്കാക്കി വരുമ്പോൾ ഏകദേശം ഒരു വർഷം ഈ 2000 രൂപ വെച്ചിട്ട് കൊടുക്കേണ്ടി വരുന്നത് 14,480 കോടി രൂപയാണ്. അതായത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ മാത്രം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിവർഷം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് 14,480 കോടി രൂപ. നമുക്കറിയാവുന്ന പോലെ ഈ പെൻഷനകത്ത് കേന്ദ്രവിഹിതം കൂടിയുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് കിട്ടാത്ത സാഹചര്യമുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ പോലും നമുക്ക് കിട്ടേണ്ടത് 1% പോലും നമുക്ക് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയായി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇതുവരെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ഇതുവരെ കുടിശ്ശികയൊന്നുമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷം 14,480 കോടി രൂപ എന്നുള്ള നിലയിൽ അവസാന വർഷവും കൂടെ കൊടുത്ത് നിർത്തിയിട്ടാണ് പടിയിറങ്ങുന്നത്. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ പറയുന്നത് 3000 രൂപയാക്കി ഞങ്ങളത് ഉയർത്തും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിവർഷം ഈ 3000 രൂപ എന്നുള്ള നിലയിൽ ഒരു മാസം 62 ലക്ഷത്തോളവും വരുന്ന ഗുണഭോക്താക്കളിലേക്ക് ക്ഷേമ പദ്ധതി അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ എത്തിക്കുന്നതിന് സർക്കാരിന് ചെലവ് 1860 കോടി രൂപയാണ്. അതായത് 620 കോടി രൂപ അധികം. അതായത് ഇതിനു മുൻപ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ കൊടുത്തിരുന്ന 2000 രൂപയിൽ നിന്ന് 3000 ആക്കുമ്പോൾ ഒരു മാസം സർക്കാരിന് ഈ വരുന്ന UDF സർക്കാരിന് കണ്ടെത്തേണ്ടി വരുന്നത് 620 കോടി രൂപ അധികമായി പ്രതിമാസം കണ്ടെത്തേണ്ടി വരുന്നു. ഇനിയും ഒരു വർഷത്തിലേക്ക് എത്തുമ്പോൾ ആ തുക ഏകദേശം 22,320 കോടി രൂപ എന്നുള്ള നിലയിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അതായത് പ്രതിവർഷം 22,320 കോടി രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്. ഇനിയും കഴിഞ്ഞ കാലം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ 7,440 കോടി രൂപയാണ് പ്രതിവർഷം പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് കണ്ടെത്തേണ്ടി വരുന്നത്. ഈ സംസ്ഥാന സർക്കാരായി ഇപ്പോൾ അധികാരമേൽക്കുന്ന UDF കാലാകാലങ്ങളായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ പറഞ്ഞുകൊണ്ടിരുന്ന ആരോപണമായി അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്, പ്രചരണായുധമായി അവർ ഉന്നയിച്ചുകൊണ്ടിരുന്നത് കേരളം കടക്കെണിയിലാണ്. ഏകദേശം ലക്ഷക്കണക്കിന് 4 ലക്ഷം കോടി രൂപയോളം കേരളം കടക്കെണിയിൽ കഴിയുന്ന ഒന്നാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ് എന്ന് ഇതേ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന VD സതീശൻ പല ആവർത്തി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതുമാണ്. ട്രഷറികൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ട്രഷറികൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ UDFൻ്റെ ഈ ഒരു അനിശ്ചിതാവസ്ഥയായിരുന്നു. ട്രഷറിയിലെ എല്ലാ ഇടപാടുകളും തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഈ രീതിയിലേക്ക് കേരളത്തിൻ്റെ പൂച്ച വെറ്റ് കിടക്കുന്ന ഈ ഖജനാവ് കണ്ടുകൊണ്ട് എങ്ങനെയാണ് 7,440 കോടി രൂപ പ്രതിവർഷം അധിക ചെലവ് വരാൻ സാധ്യതയുള്ള ഈ ഒരു പദ്ധതി, അതായത് ക്ഷേമ പെൻഷൻ 3000 ആക്കി ഉയർത്തുന്ന ഈ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോവുക എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ.
അത് നടപ്പിലാക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. കഴിഞ്ഞ UDF-ൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇവിടെ പെൻഷൻ അധികമാർക്കും കൊടുത്തിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരുടെയും കയ്യിലും അത്ര കാര്യമായ രീതിയിൽ പെൻഷനൊന്നും കിട്ടിയിരുന്നില്ല. പലരും കുടിശ്ശികയിലൊക്കെ ആയിരുന്നു. അതൊക്കെ പഴയ കഥ. ഇനിയും കൊടുക്കേണ്ടി വരുമ്പോൾ 7440 കോടി രൂപ പെൻഷൻ എന്നുള്ള നിലയിൽ അധിക ചുമതലയായിട്ട് വരുന്നു. ഇനി ഇത് കൂടാതെ നമുക്ക് അറിയാവുന്ന പോലെ 25 ലക്ഷം രൂപയുടെ പെൻഷൻ മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നു. നല്ല കാര്യമാണ്. അതിലൊന്നും ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഏർപ്പെടുത്തുന്ന ഒരു പെൻഷൻ നല്ല കാര്യമാണ്. സാധാരണക്കാരായ ആൾക്കാർക്ക് 25 ലക്ഷം രൂപ പ്രതിവർഷം ഒരു ചികിത്സ നടത്താൻ കഴിയുന്നെങ്കിൽ, അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിക്കാൻ തുകയുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുറത്തും കൂടി UDF-ന് വോട്ട് വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ 25 ലക്ഷം രൂപ എന്നുള്ള കണക്കിൽ പ്രതിവർഷം എത്ര രൂപയായിരിക്കും അടയ്ക്കേണ്ടി വരുന്നത്? നമ്മുടെ ഏകദേശം 78 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർക്ക് എങ്ങനെയായിരിക്കാം ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രീമിയം അടയ്ക്കേണ്ടി വരിക? എത്ര രൂപ വെച്ച് പ്രതിമാസം പ്രീമിയം അല്ലെങ്കിൽ പ്രതിവർഷം പ്രീമിയം അടയ്ക്കേണ്ടി വരും എന്നതിൻ്റെ കണക്കുകൾ കൂടി സർക്കാർ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മിനിമം 10,000 വെച്ച് കണക്കാക്കി നോക്കിയാലും എത്ര കോടി രൂപയായിരിക്കും പ്രതിവർഷം അതിൻ്റെ പേരിൽ അധിക ചെലവുണ്ടാവുക? എന്നാൽ ഈ പറയുന്ന സർക്കുലർ ഇക്കണോമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാചകമടിക്കുന്ന VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ച് സംസ്ഥാന സർക്കാരിലേക്ക് എത്തുന്ന ഒരു പുതിയ ഫോർമാറ്റ് അവതരിപ്പിക്കാൻ, പുതിയൊരു രീതി അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ പെൻഷൻ അല്ലെങ്കിൽ ഈ ലഭിക്കുന്ന ഇൻഷുറൻസ് തുകയെല്ലാം ചെന്ന് എത്തുന്നത് നമ്മുടെ സ്വകാര്യ ആശുപത്രി മേഖലയിലേക്കാണ്. നമുക്കറിയാം, അമേരിക്കൻ കമ്പനികൾ അടക്കമുള്ള നിരവധി കമ്പനികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തന്നെ ഫണ്ട് മുടക്കി, അതായത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപ, ഏകദേശം 1000-ലധികം കോടി രൂപയുടെ മുതൽ മുടക്കി ഫണ്ട് ഇറക്കിക്കൊണ്ട് കേരളത്തിലെ ആശുപത്രിയിലേക്ക് കണ്ണു നട്ട് നോക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളായിരിക്കും. നമ്മുടെ കേരളത്തിലൊരു സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന ചികിത്സാ ചെലവ് എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായി ഈ ക്ലെയിം എല്ലാവരും സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നതിന് സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അപ്പോൾ അത് അവർക്ക് വളരാനുള്ള ഒരു ഗുണകരമായി മാറുകയും ചെയ്യും. തന്നെയുമല്ല, ഇവിടെ നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിന് ഏറ്റവും അധികം ഫണ്ട് ചെയ്തിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ് എന്നും വലിയ ലാബോറട്ടറികളാണ് എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ അർത്ഥം എന്താണ്? 150ഓളം കോടി രൂപയുടെ ഫണ്ടിങ് ആണ് ഇലക്ട്രൽ ബോണ്ട് വഴിയും അല്ലാതെയും ഫണ്ട് ചെയ്തിരിക്കുകയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും അതോടൊപ്പം ബാക്കിയുള്ള ഈ ലബോറട്ടറികളും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായും ഇവരിൽ നിന്നല്ല ഫണ്ട് മേടിച്ച സാഹചര്യത്തിൽ തീർച്ചയായും അവിടെ സ്വകാര്യ ആശുപത്രി ലബോറട്ടറി മേഖലകളെ പിന്തുണച്ചല്ലേ പറ്റൂ. ഈ ലബോറട്ടറി എന്ന് പറയുന്നത് നമ്മൾ രക്തം, മലം, കഫം ഇതൊക്കെ പരിശോധിക്കുന്ന ലബോറട്ടറി അല്ല, വലിയ ലാബുകളാണ്. അപ്പോൾ അവർ ഫണ്ട് മുടക്കിയിരിക്കുന്ന അത്രയും കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ അതിനുള്ള പ്രയോജനവും അവർക്ക് കിട്ടേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്? സ്വാഭാവികമായി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന അധിക ചെലവുകൾക്ക് അല്ലെങ്കിൽ ആ അധിക ചെലവുകൾ കണ്ടെത്താൻ വേണ്ടി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു കടമ്പ സർക്കാരിന് മുന്നിലുണ്ട്. അതിനുവേണ്ടി നികുതി വരുമാനം, നികുതിയേതര വരുമാനവും സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ഏത് രീതിയിലുള്ള ഒരു പദ്ധതിയായിരിക്കും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? നികുതി പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലായിരിക്കും VD സതീശനും കൂട്ടരും പദ്ധതികൾ അല്ലെങ്കിൽ ആവിഷ്കരിക്കാൻ പോകുന്നത്, ഓരോ നയപരിപാടികൾ? അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ശക്തമായൊരു പോയിന്റ് കൂടി അവിടെയുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കാര്യങ്ങൾ വാങ്ങിയെടുക്കുക, അത് VD സതീശൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യപ്പെടാൻ പറ്റിയ ഒരു സാധ്യത കൂടി നമുക്ക് കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. K. സുധാകരൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന, അതായത് കോൺഗ്രസിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നത് ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് എന്ന് പറയുന്ന വലിയ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിമാർ ആദ്യം എത്തുക പാണക്കാട് തങ്ങൾ കുടുംബത്തിലേക്കാണ് എന്നുള്ള കാര്യവും ഈ പറയുന്ന K. സുരേന്ദ്രൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് തുടക്കമാണ്. അതായത് ഇവിടെ ഈ പറയുന്ന വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ BJPയുടെ സ്ഥാപിത ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കാണുമല്ലോ. അതായത് കേരളത്തിൽ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുമ്പോൾ ആ VD സതീശനെ പിന്തുണയ്ക്കുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ന്യൂനപക്ഷ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു മതസംഘടനയുമാണ് എന്നുള്ള ഒരു പൂർണ്ണമായ അറിയിപ്പ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതൊരു സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അപ്പോൾ ഈ രീതിയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനോട് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ ഒരു അടുപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു അടുപ്പമെന്നോ അകൽച്ചയെന്നോ അങ്ങനെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അത് ഈ പറയുന്ന കേരളത്തിലെ ക്ഷേമ പദ്ധതികളെയും ബാധിക്കാനുള്ള സാഹചര്യം കൂടി ഒരുങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം വളവും വെള്ളവും ഒക്കെ ഇട്ട് കൊടുക്കാൻ കേരളത്തിലെ BJP-ക്കാരെ കൊണ്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം CPM-നെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.